ആദ്യമായി തന്നെ ഈ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ അനുവദിച്ച അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് അനിത. ഇതെൻ്റെ ഹസ്ബൻഡ് ബേബി തോമസ്. ഇത് ദൈവം ഞങ്ങൾക്ക് ദാനമായി തന്ന കുഞ്ഞ് ആഷർ ബേബി. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് 9 വർഷമായിട്ട് ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഒരുപാട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അപ്പം ഹോസ്പിറ്റലുകളെല്ലാം ചെല്ലുമ്പോൾ അവർ ഒറ്റ റീസണേ പറയുന്നുള്ളൂ, അൺഎക്സ്പ്ലെയിൻഡ് ഇൻഫെർട്ടിലിറ്റി എന്നാണ് പറഞ്ഞത്. എന്ന് വെച്ചാൽ നമുക്ക് എന്തുകൊണ്ട് ആകുന്നില്ല എന്നുള്ളത് ഡോക്ടേഴ്സിനും അറിയത്തില്ല. കാരണം മെഡിക്കലിൽ ഞങ്ങൾ രണ്ടാളും ഫിറ്റാണ്, എല്ലാ ടെസ്റ്റുകളും നോർമലാണ്. അവസാനം പിന്നെ കുറേ ധ്യാന കേന്ദ്രങ്ങളിൽ കയറി ഇറങ്ങി പ്രാർത്ഥിച്ചു. എല്ലാവരും ഞങ്ങൾക്ക് മക്കളുണ്ടാകുമെന്ന് പറയും. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എനിക്ക് തോന്നുന്നു 2021 സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, പ്രീതി, കായംകുളത്താണ് വീട്. അവളാണ് കൃപാസനത്തെ പറ്റിയിട്ട് എന്നോട് പറഞ്ഞത്. ഇവിടെ നടക്കുന്ന ഉടമ്പടിയെ പറ്റിയിട്ടും എൻ്റെ കളിക്കൂട്ടുകാരി അവളാണ് എനിക്ക് മാതാവിനെ പരിചയപ്പെടുത്തി തന്നത് എന്ന് തന്നെ പറയാം. അവസാനം അവൾ പറഞ്ഞ പ്രകാരം ആ സൈറ്റിൽ കയറി എല്ലാം നോക്കി. ഞാനതിൽ മാതാവിനെ കാണാൻ വരുന്നതിന് മുന്നേ ഒരുങ്ങണം എന്ന് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ സെപ്റ്റംബർ മുതൽ നവംബർ 1 2021 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ നവംബർ 1 വരുന്നതിന് മുന്നേ വരെ ഉടമ്പടി പ്രകാരം എങ്ങനെയാണോ ജീവിക്കേണ്ടത് അതുപോലെ തന്നെ ജീവിച്ചു. എന്ന് വെച്ചാൽ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല, കാരണം ഇവിടെ വരാത്തതുകൊണ്ട്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ മാതാവിൻ്റെ ദിവസങ്ങളിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മോർണിംഗ് പ്രെയർ, ഈവനിങ് പ്രെയർ ചൊല്ലി. പിന്നെ നേർച്ച വസ്തുക്കളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഞാൻ അതുപോലെ ജീവിച്ചു. ഞാൻ കുമ്പസാരിച്ച് ഒരുങ്ങി ഞങ്ങൾ രണ്ടാളും 21 നവംബറിന് ഇവിടെ വന്നു. മുകളിലത്തെ നിലയിൽ ക്ലാസ്സിന് പങ്കെടുത്തു. അന്ന് ഞങ്ങൾക്ക് അച്ഛൻ തന്നെയാണ് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, ജോസഫ് അച്ഛനല്ല, അന്നുണ്ടായിരുന്ന അച്ഛൻ ഞങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു, എങ്ങനെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ മാതാവിനോട് ഞങ്ങളുടെ നിയോഗങ്ങൾ പറഞ്ഞു. ഒബിയസ്ലി ആദ്യം എനിക്ക് മക്കളെ തരണം, അമ്മ തന്നെ തരണം, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 9 വർഷം കാത്തിരുന്നത് എന്ന് തന്നെ ഞാൻ എഴുതി. അതെഴുതി പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു കൊടുത്തു. ഞങ്ങൾ പോയി ഉടമ്പടിയിൽ അങ്ങനെ ജീവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഞാൻ ഹൈലൈറ്റായിട്ട് വെച്ചിരുന്ന നിയോഗം ദൈവം എന്തുകൊണ്ടോ അത് ഡിലേ ആക്കി കൊണ്ടുപോയി. എന്നെ പരീക്ഷിച്ചതായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ ഞാൻ അതിൽ ഉറച്ചു നിന്നു. ഉടമ്പടി 1 പുതുക്കി, ഞാൻ 2 പുതുക്കി, 3 പുതുക്കി. പക്ഷേ അതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് കുറ്റപ്പെടുത്തലുകൾ കേട്ടി. എനിക്ക് തോന്നുന്ന ഒരു എയ്ഡ്സ് രോഗീനെ പോലും അവരധികം അങ്ങനെ നോക്കുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. കാരണം മക്കളില്ലാത്തവർ അവർ അതുപോലെയാണ് നോക്കിയിരുന്നത്. പക്ഷേ ഞാൻ എൻ്റെ ഈ നാവ് കൊണ്ട് ഒരു പ്രാവശ്യം പോലും മാതാവിനെ കുറ്റം പറഞ്ഞിട്ടില്ല, ഞാൻ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുമില്ല. കാരണം എനിക്ക് ഉറപ്പായിരുന്നു അത് ദൈവം തന്നെ തരണമെന്നും എനിക്ക് വാശിയുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അങ്ങനെ നിന്നു. ഒരു IVFനും പോയില്ല. കാരണം കാണിച്ച ഡോക്ടേഴ്സ് ഞങ്ങളോട് IVF ചെയ്യണം, കാരണം നിങ്ങൾ ഏജ് ആവുകയാണ്, അപ്പോൾ നിങ്ങളിപ്പോൾ ചെയ്താലേ നിങ്ങൾക്കൊരു പ്രായമാകുമ്പോൾ കൊച്ചു വളർന്നു വരുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾ രണ്ടാളും അതുകൊണ്ട് മനസ്സിൽ തീരുമാനിച്ചു ഇല്ല, നോ തന്നെ പറഞ്ഞു. IUI ചെയ്തു. ഒരു 4 തവണ, എനിക്ക് തോന്നുന്നു 4 തവണ ചെയ്തു എന്ന് തോന്നുന്നു. 4 തവണയും ഫെയിലിയർ ആയിരുന്നു, വൻ പരാജയമായിരുന്നു, ഒന്നും ആയില്ല. അവസാനം യൂട്രസിൽ ഇനി എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടോ, ഓവറിൽ കംപ്ലയിൻ്റ് ഉണ്ടോ, അപ്പോൾ ഞങ്ങൾക്ക് ലാപ്രോസ്കോപ്പി ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ലാപ്രോസ്കോപ്പി ചെയ്തു. പക്ഷേ അതും ഇനി ഇൻറ്റേർണൽ കംപ്ലയിൻ്റ് ആവേണ്ടെന്ന് വെച്ചാൽ അതും ഞാൻ വില്ലിങ് ആയി. പക്ഷേ അതും പക്ക നോർമലായിരുന്നു, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ബ്ലോക്കേജോ ട്യൂമറുകളോ അങ്ങനെ എന്തെങ്കിലും സിസ്റ്റുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതെല്ലാം കഴിഞ്ഞിരിക്കുമ്പം ചേട്ടായി എനിക്ക് തോന്നുന്നു അതിന് 3 പുതുക്കി. പിന്നെ ഞാൻ വന്നില്ല, വരാതെ അങ്ങനെ ഡിലേ ചെയ്തിരുന്ന സമയത്ത് ജോസഫ് അച്ഛൻ്റെ ഒരു ചൊവ്വാഴ്ച ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ അച്ഛനൊരു വാക്ക് പറഞ്ഞു, ചില വിഡ്ഢികൾ 3 പുതുക്കി 4ാമത്തെ പുതുക്കാൻ വരില്ല, കാരണം അവർക്കറിയില്ല കർത്താവ് 4ാമത്തിലും വന്നിട്ടുണ്ടെന്ന്. അതെന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ എന്നിട്ട് പിറ്റേ ദിവസം തന്നെ, ഞാനൊരു നേഴ്സാണ്, ഞാൻ ഡ്യൂട്ടിയിൽ ഓഫ് എടുത്ത് ഞാൻ ചേട്ടായിനും കൂട്ടിയിട്ട് ഇവിടെ വന്നു. 4ാമത്തത് പുതുക്കി കഴിഞ്ഞു. ഞാൻ അച്ഛനെ കാണണമെന്നൊന്നും എനിക്കുണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു ഇല്ല. അതിൻ്റെ ഇടയിൽ അതിൻ്റെ കൂടെ അച്ഛൻ പറഞ്ഞു, നമ്മുടെ നിയോഗം ഡിലേ ആവുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാകുന്നു എന്ന് നിങ്ങൾ വിചിന്തനം ചെയ്ത് അത് ക്ലിയർ ഔട്ട് ചെയ്യണം. അന്നേരം ഞാനത് നോക്കി. അപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവർത്തികൾ അത്ര സ്ട്രോങ് പോരാ. ഞാനിവിടെ 4ാമത്തത് പുതുക്കി പോയി ഞാൻ പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രപ്രവർത്തനം ഞാൻ തോന്നുന്നു പള്ളികളിലും എനിക്ക് അറിയുന്നവർക്കും കൊടുത്ത് ഞാൻ ഒതുക്കി. പക്ഷേ 4ാമത്തെ പുതുക്കിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തില്ല. ഞാൻ ഓട്ടോ സ്റ്റാൻഡുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഇറങ്ങി നടന്നു കൊടുത്തു. മോർണിംഗ് ഡ്യൂട്ടി ആണെങ്കിൽ മോർണിംഗ് കഴിഞ്ഞ് ഈവനിങ്ങിൽ ഞാൻ അവിടെ കൊടുത്തു നടന്നു.
ഈവനിങ് ഷിഫ്റ്റ് ആണെങ്കിൽ വീട്ടിൽ നിന്ന് നേരത്തെ പോയി മോർണിംഗിൽ ഞാൻ മെഡിക്കൽ കോളേജുകളിലും ഞാൻ കൂടുതൽ ഓട്ടോക്കാർക്കാണ് കൊടുത്തിരുന്നത്. കാരണം അവർക്ക് കൊടുക്കുമ്പോൾ ഒരുപാട് യാത്രക്കാർ കയറി ഇറങ്ങി പോകുമ്പോൾ അവർ കാണും, എങ്ങനെയായാലും എടുക്കും. ചില ഓട്ടോക്കാരെന്നെ കളിയാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ ഒരു ദിവസം നൈറ്റിന് പോകുമ്പം അവരെന്നെ നിർത്തി ക്ലാസ് എടുപ്പിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ മതപരിവർത്തനം നടത്തുകയാണ്, എന്താണ് കൃപാസനം. എനിക്ക് തോന്നുന്നു ഒരു 10-22 ചേട്ടന്മാർ എന്നെ നിർത്തിയിട്ട് ഞാൻ നടുക്ക് നിന്ന് ക്ലാസ്, എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നെന്നറിയില്ല. ഞാൻ തോറ്റു കൊടുക്കാൻ വില്ലിങ് ആയിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് തർക്കിച്ചു, സംസാരിച്ചു, എനിക്കറിയുന്ന കാര്യങ്ങൾ പറഞ്ഞു, പത്രത്തിനെ പറ്റി പറഞ്ഞു. എന്നെ കളിയാക്കി ചിരിച്ച ആ ഓട്ടക്കാരന്മാർ ചേട്ടന്മാരെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് പത്രം മേടിച്ചു. മെഡിക്കൽ കോളേജുകളിലും കിലോമീറ്ററുകളോളം നടന്ന് ഞാൻ പത്രം കൊടുത്തത്. അതിനുശേഷം ഞാൻ എൻ്റെ പള്ളികളിലോ ഒരു ക്രിസ്ത്യൻ ചർച്ചുകളിലോ ഞാൻ പത്രം കൊടുത്തിട്ടില്ല. കാരണം അക്രൈസ്തവരെ ഫോക്കസ് ചെയ്താണ് പിന്നീട് ഞാൻ പത്രം കൊടുത്തത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ചേട്ടായി എന്നോട് ഒരു ദിവസം എന്നെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ തുഴഞ്ഞിരുന്ന ഒരാൾ പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നമുക്ക് IVF നോക്കിയാലോ, കാരണം ഏജ് ആവുകയാണെന്ന്. അതെന്നെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചു. കാരണം കൂടെ തോളോട് തോൾ ചേർന്ന് നിന്ന ആൾക്ക് വരെ സംശയം വന്ന് തുടങ്ങിയോ എന്ന് വിചാരിച്ചു. ഞാൻ കരഞ്ഞു. അന്നേരം ചേട്ടായി പറഞ്ഞു, കരയാൻ പറഞ്ഞല്ല, നമ്മുടെ അവസ്ഥ അതാണ്, വയസ്സാവുകയാണ്. അന്നേരം ഞാൻ മക്കളില്ലാതിരുന്നിട്ട് ഞാൻ അത്ര വിഷമിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. അന്നേരം ഞാൻ എന്നിട്ട് മാതാവിനോട് അന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, മാതാവ് നീ തരണം, അത് ഇനി എൻ്റെ വാശിയാണ്. കാരണം എനിക്കിനി മെഡിക്കലിൽ ഒരു കൊച്ചിനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചേട്ടായും ഇവിടെ നിന്ന് മെല്ലെ അങ്ങോട്ട് ചാഞ്ചാടും. കാരണം അവിടെ പോയി പ്രാർത്ഥിച്ചിട്ടല്ലല്ലോ, മെഡിക്കലിലായിട്ടല്ലേ കിട്ടിയത്, അതെനിക്ക് കേൾക്കണ്ട, അതിന് വേണ്ടിയിട്ടല്ല ഞാനിവിടെ 9 വർഷം ഇരുന്നതെന്ന് ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചു. അന്ന് രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പം എങ്ങനെ പറഞ്ഞറിയിക്കേണ്ടതെന്ന് എനിക്കറിയത്തില്ല. ആരോ ഒരാൾ എൻ്റെ വലത് സൈഡിൽ വന്ന് നിന്നു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഞാനത് അനുഭവിച്ചതാണ്. എൻ്റെ ചെവിയിൽ ഒരു വാക്കേ പറഞ്ഞുള്ളൂ, നിനക്ക് ഞാനില്ലേ എന്ന് പറഞ്ഞു. അത്രയും കേട്ടു ഞാൻ ചാടി എഴുന്നേറ്റു. എൻ്റെ കയ്യിലൊക്കെ ഇങ്ങനെ രോമ എഴുന്നേറ്റ് നിൽക്കും, കുളിര് കോരുവാന്നറിയില്ല, അങ്ങനെ നിന്നു. ഞാൻ എന്നിട്ട് വേഗം ലൈറ്റിട്ട് താഴെയൊക്കെ നോക്കി, പക്ഷെ ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി സമയം 3 മണിയാണ്. മാതാവ് വന്നു. അന്ന് വൈകുന്നേരത്തെ ട്രെയിനിന് കയറി ഞങ്ങളിവിടെ വന്നു. ഞാൻ അന്നേരം ഉടമ്പടി തന്നെയാണ്. ഞാനിവിടെ വന്നു. ഞാൻ ആ മാതാവിൻ്റെ അടുത്ത് പോയി നിന്നു. കാരണം നമുക്ക് ഈ മാതാവിനെ ഉടമ്പടി ഫസ്റ്റിൽ തൊടാൻ പറ്റത്തുള്ളൂ. അവിടെ പോയി നിന്ന് ആ മാതാവിനെ കെട്ടിപ്പിടിച്ച് എനിക്ക് തോന്നുന്നു ഒരു 15 മിനിറ്റോളം ഞാൻ കരഞ്ഞു. ഞാൻ പറഞ്ഞു, എന്നെ അതിലേക്ക് തള്ളി വിടരുത്. കാരണം എന്നെ അറിയുന്നവരും എന്നെ അറിയാത്തവരും ഉണ്ട്. ഞാൻ ഉടമ്പടി എടുത്തവരാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും നീ എനിക്ക് കുഞ്ഞിനെ തരുമ്പോൾ നിന്നിലേക്ക് അടുക്കുകയുള്ളൂ. അങ്ങനെ എനിക്ക് അതുവഴി ഒരുപാട് പേരെ നിന്നിലേക്ക് അടുപ്പിക്കാൻ പറ്റും, ഈവൻ എൻ്റെ ചേട്ടായിനെ പോലും. കാരണം നീ തന്നെ എനിക്കൊരു കുഞ്ഞിനെ തരണം എന്നുള്ളത് ഞാൻ പ്രാർത്ഥിച്ചു. അവിടെ നിന്ന് ഒരുപാട് പൊട്ടിക്കരഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓക്കെ അച്ഛനെ കാണാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അച്ഛനെ കാണാൻ ഇവിടെ ചീട്ടുമായിട്ട് വന്നിരുന്നു. കാരണം ഞാൻ മെൻ്റലി മൊത്തം ഡിപ്രഷനായിരുന്നു. ഇവിടെ വന്നിരുന്ന സമയത്ത് മക്കളില്ലാത്തവരുടെ ചീട്ട് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും ചീട്ട് കൊടുത്തതിന് ശേഷം ഞാനത് കേട്ടില്ല. അന്നേരം ആ ചേച്ചി പിന്നീട് എൻ്റെ പച്ചച്ചീട്ട് കണ്ടപ്പോൾ വന്ന് ചോദിച്ചിട്ട് പറഞ്ഞു, അത് താന്ന് പറഞ്ഞു. അന്നേരത്തേക്ക് അച്ഛൻ ഓൾറെഡി ഇവിടെ ചീട്ട് മാതാവിൻ്റെ അടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞു. എൻ്റെ ചീട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാലും അച്ഛൻ പലപ്പോഴും പറയാറുണ്ട്, എന്നെ കാണാനല്ല വരുന്നത്, മാതാവിനെ കാണാനാണ്. അത് ഞാൻ ഉറച്ച് വിശ്വസിച്ചു. എനിക്ക് വിഷമം തോന്നിയില്ല. അവസാനം അച്ഛൻ എൻ്റെ അടുത്ത് നിന്ന് ചേച്ചിയുടെ അടുത്ത് നിന്ന് ആ ചീട്ട് മേടിച്ച് ഞങ്ങളെയും കൂടി ഇവിടെ ആൾത്താരയിൽ മുട്ടയിൽ നിർത്തി പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചോര തന്നെ പിറന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് നിങ്ങളിവിടെ നിന്ന് സാക്ഷ്യം പറയണം മക്കളെ എന്ന് പറഞ്ഞു. അത് ഞാൻ വിശ്വസിച്ചു. ഒരു കാശ് രൂപം തന്നു. ആ കാശ് രൂപ തലയിണയുടെ അടിയിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടാ ഈ IVFൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ. അതിന് ശേഷം അച്ഛനെ കണ്ടതിന് ശേഷം കാണുന്നതിന് മുന്നേ ഞാൻ ചേട്ടായിനോട് പറഞ്ഞു, ഓക്കെ എന്നാൽ ചേട്ടായിയുടെ താല്പര്യപ്രകാരമല്ലേ ഒന്ന് കൺസൾട്ട് ചെയ്യാം വാ എന്ന് പറഞ്ഞു. പോയി കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു നല്ല ഫിറ്റാണ്. അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായെന്ന് തോന്നുന്നു എനിക്ക് താല്പര്യമില്ലാന്ന്. ഡോക്ടറിന് ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു, രണ്ടാളും കൂടി ആലോചിച്ച് ഒരേ മനസ്സോടുകൂടി ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് വാന്ന് പറഞ്ഞു. ഞാൻ എന്നിട്ട് ചേട്ടായിനോട് പറഞ്ഞു, മെയ് മാസം കഴിയുന്നത്, ഏപ്രിലാണ്, മെയ് മാസം കഴിയുന്നത് വരെ എനിക്കൊരു സമയം താ. ആ മെയ് മാസം കഴിഞ്ഞിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, അതുവരെ സമയം തരാൻ പറഞ്ഞു. ചേട്ടായി പറഞ്ഞു ഓക്കെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോന്ന് പറഞ്ഞു. പക്ഷേ ആ മെയ് മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. ഇപ്പോൾ ഈ ജനുവരി 11 ദൈവം ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. ഒരു കുഴപ്പമില്ല. ആഷർ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഈ അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എല്ലാ ചൊവ്വാഴ്ചകളിലെ ധ്യാനങ്ങളും ഞാൻ മുടങ്ങാതെ കൂടാറുണ്ട്. കാരുണ്യപ്രവർത്തികളെന്ന് പറയുന്നത് ഞാൻ 4ാമത്തെ പുതുക്കിയതിന് ശേഷം എൻ്റെ ഇടവകയിൽ തന്നെ മിനി എന്ന് പറയുന്ന ചേച്ചീനെ ഞാൻ പരിചയപ്പെട്ടു. ചേച്ചീനെയും കൂട്ടി, ചേച്ചി ഇങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതാണ്. അത്രയും നാൾ ഇടവകയിലുണ്ടായിരുന്ന ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല. അന്ന് ഞാൻ എന്തോ
ചേച്ചിനോട് ഇപ്പോൾ ചോദിച്ചു, ചേച്ചി എവിടെയാണ് ചെയ്യുന്നത്, ഞാനും കൂടി വരുന്നു എന്ന് പറഞ്ഞു. ചേച്ചി എനിക്കൊരു വൃദ്ധസദനം കാണിച്ചു തന്നു. അവിടെ പോയി സിസ്റ്റേഴ്സിനോട് സംസാരിച്ചു. അപ്പോൾ സിസ്റ്റർ എന്നോട് ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു, ഞാൻ എല്ലാം ചെയ്തോളാം, എനിക്കൊന്നും തരണ്ട, എനിക്കൊരു വെള്ളം പോലും തരണ്ട, എനിക്കൊരു ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റർ പറഞ്ഞു, ഓക്കെ, ഞങ്ങളിവിടെ അങ്ങനെ ആരെയും അനുവദിക്കാറില്ല, ഓക്കെ നീ വന്നോ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാ ബുധനാഴ്ചകളിലും മുടങ്ങാതെ ഡ്യൂട്ടി മോർണിംഗ് ആണെങ്കിൽ എല്ലാ ബുധനാഴ്ചയും ഞാൻ ഈവനിങ് ഷിഫ്റ്റ് എടുത്തിട്ട് മോർണിംഗിൽ രാവിലെ 6:30 ഞാൻ അവിടെ പോകും. അമ്മച്ചിമാരെ കുളിപ്പിക്കും. അവിടുത്തെ കാര്യങ്ങളെല്ലാം A to Z കാര്യങ്ങൾ ചെയ്യാൻ സിസ്റ്റേഴ്സിന് എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ചെന്നതിൽ പിന്നെ സിസ്റ്റേഴ്സിന് ആ കിടപ്പ് രോഗികളായിട്ടുള്ള അമ്മച്ചിമാരെ കുളിപ്പിക്കേണ്ടി വന്നിട്ടുണ്ടാവില്ലായിരിക്കും. എന്ന് വെച്ചാൽ അവർക്ക് ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഞാൻ ബുധനാഴ്ചകളിൽ സിസ്റ്റേഴ്സിൻ്റെ കൂടെ നിന്നിട്ട് അമ്മച്ചിനെ വീൽ ചെയറിലുള്ള അമ്മച്ചിനെയൊക്കെ എടുത്ത് ബാത്റൂമിൽ കൊണ്ടുപോയിട്ട് ഇരുത്തി കുളിപ്പിച്ചിട്ടുണ്ട്. ഈവൻ ഞാൻ പ്രഗ്നൻ്റ് ആയ ആ മെയ് മാസം പോലും ഞാൻ അറിയുന്നതിന് 2-3 ദിവസം മുന്നേ വരെ ഞാൻ അവിടെ പോയി അമ്മച്ചിമാരെ എടുത്തു വീൽ ചെയറിലുള്ള അമ്മച്ചിമാരെ അങ്ങോട്ട് കിടത്തുന്നു ഇങ്ങോട്ട് കിടത്തുന്നു എല്ലാം ചെയ്തു. പിന്നെ പത്രപ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുപോലെ ഓട്ടോ സ്റ്റാൻഡുകളിലും ഓട്ടോ ചേട്ടന്മാർക്കാണ് ഞാൻ കൂടുതൽ കൊടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ മെഡിക്കൽ കോളേജുകളിലുള്ളത്, പിന്നെ കിലോമീറ്ററുകളോട് നടന്ന് വീടുകളിൽ കയറിയിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കൃപാസനത്തിലെ പറ്റി പറഞ്ഞു, അമ്മേനെ പറ്റി പറഞ്ഞു, ഓരോരുത്തർക്ക് പത്രം കൊടുത്തു. വേണ്ടാന്ന് പറയുന്നവർ ഞാൻ നിർബന്ധിക്കാറില്ല. ഞാൻ പറയും അവരുടെ താല്പര്യം. അവർ മതപരിവർത്തനം എന്നൊക്കെ അത് ഒരുപാട് കേൾക്കുന്നുണ്ട്, മതപരിവർത്തനം എന്ന്. പക്ഷെ നമ്മൾ എന്ത് മതപരിവർത്തനം നടത്തുന്നത് എനിക്കറിയത്തില്ല, ആരും ഇവിടെ ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരുന്നില്ല. പക്ഷെ ഞാനത് അങ്ങനെ കൊടുത്തു. പള്ളികളിൽ ഞാൻ കൊടുക്കാറില്ല. പിന്നെ പള്ളിയിൽ ഇരിക്കുന്ന പത്രങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അത് ഞാൻ സന്തോഷത്തോടെ എടുത്തുകൊണ്ടേ കൊടുക്കും. എനിക്ക് അങ്ങനെ പത്രം ഇരിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ്. എങ്ങനെ അങ്ങനെ വെച്ചിട്ട് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. പിന്നെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. പ്രാർത്ഥനാ ജീവിതത്തിലാണെങ്കിൽ നല്ലോണം വന്നു. പിന്നെ ഞാൻ ഇച്ചിരി ദേഷ്യം കൂടുതലുള്ള ആളാണ്, ഇച്ചിരി കൂടുതൽ മുൻകോപം കൂടുതലാണ് എനിക്ക്. അതൊരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റി. ഇപ്പോൾ പൂർണ്ണമായി പോയി എന്നല്ല, പക്ഷെ അതിന് ഞാൻ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റി. പിന്നെ ഒരു ദൂഷിച്ച സ്വഭാവം തന്നെ പറയാം. കാരണം ഞാൻ ചെയ്യാത്തൊരു കാര്യം ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ ഞാനത് വിട്ടുകൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം ഞാൻ അങ്ങനെയല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞ് വാദിച്ച് സമർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഞാനിപ്പോൾ അതിന് നിൽക്കാറില്ല. കാരണം അവരെന്താണോ എന്തോ എനിക്കിപ്പോൾ അത് ക്ഷമിക്കാൻ, ഓക്കെ ഞാൻ അങ്ങനെയാണോ, ഞാൻ അങ്ങനെയാണ്, ഞാൻ അങ്ങനെ അങ്ങ് ജീവിക്കുന്നു. കാരണം ഉടമ്പടിയിൽ ഇപ്പം 1 വർഷമായി പുതുക്കിയിട്ട് ഇവനെ ഗർഭിണിയായ പിന്നെ എനിക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയിട്ടില്ല. കാരണം എനിക്ക് ഇച്ചിരി പ്രഷർ ഉണ്ടായിരുന്നതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഓക്കെയാണ്. ഞാൻ ആദ്യം മാതാവിനെ കാണാൻ എനിക്കിവിടെ സാക്ഷ്യപ്പെടുത്തണം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഇവനൊരു 6 മാസം ആവട്ടെ എന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ചേട്ടായി എന്നോട് ഈ IVF ചെയ്യണം എന്ന് പറഞ്ഞ സമയത്ത് ഞാനിങ്ങനെ ഇരിക്കുമ്പം ഞാൻ നൈറ്റിന് പോയേക്കാണ്. അന്നേരം ചേട്ടായി വെളുപ്പിന് എനിക്കൊന്ന് 2 മണിയായപ്പോൾ എന്നെ ഫോൺ ചെയ്തു. കുറേ പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്. അന്നേരം ഡ്യൂട്ടിയിലായതുകൊണ്ട് ഞാൻ കണ്ടില്ല. എന്നിട്ട് ഒരു 3 മണി 4 മണിയായപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ഞാൻ തിരിച്ചു വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു കരയുവാണ്. ചേട്ടായി കരഞ്ഞു. എന്നിട്ട് ചേട്ടായി എന്നോട് പറഞ്ഞു മാതാവ് വന്നു ഇവിടെ. എനിക്ക് ഇങ്ങനെ എന്താ കുളിര് കൊണ്ട് ഐസ് പോലെ ഞാൻ തണുത്ത് മരവിച്ചു പോയി. ഒരു ആൺകുഞ്ഞിനെ കൊണ്ട് മാതാവ് എൻ്റെ അടുത്ത് വന്ന് നിന്നു എന്ന് എന്നോട് പറഞ്ഞു. അന്നേരം ചേട്ടായിക്ക് വിശ്വാസമായി. എന്നിട്ട് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞപ്പോൾ ആദ്യം ചേട്ടായി മാതാവിൻ്റെ അടുത്ത് മുട്ടയിൽ നിന്ന് മാപ്പ് പറയുക ചെയ്തത്. ഞാൻ അങ്ങനെ ചിന്തിച്ച് പോയത് എൻ്റെ നിവൃത്തികേട് കൊണ്ടാണ്, എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ 2 പ്രാവശ്യം ഞങ്ങൾക്ക് മാതാവിനെ ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇത്രയും അനുഗ്രഹം തന്ന മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു.